ഒരു റിസോർട്ടിലാണ് അശ്വതി ജോലി ചെയ്യുന്നത്. അവളുടെ വീട് കുറേ ദൂരെയാണ്. അതുകൊണ്ട് അവളോട് താമസിച്ചാണ് ജോലി ചെയ്യുന്നത്. ഹൗസ് കീപ്പിംഗ് സെക്ഷനിലായതുകൊണ്ട് ഗസ്റ്റ് വരുമ്പോഴൊക്കെ മാനേജർ അവളെ വിളിക്കും. അത് ചിലപ്പോൾ പകലായിരിക്കും, ചിലപ്പോൾ പാതിരാത്രിക്കായിരിക്കും. എപ്പോൾ വിളിച്ചാലും അവൾ ഓടിച്ചെല്ലും. അതുകൊണ്ട് മാനേജർക്ക് അവളെ വലിയ കാര്യമാണ്. താനിവിടെ ഉള്ളത് എനിക്ക് വലിയ ആശ്വാസമാണ്. മുൻപുണ്ടായിരുന്നവരൊക്കെ എന്നെ വെള്ളം കുടിപ്പിച്ചിട്ടേ ഉള്ളൂ. മുതലാളിമാരുടെ ചീത്ത ഞാൻ എത്ര കേട്ടിട്ടുണ്ടെന്നോ. പതിപോലെ രാത്രി അവൾ ജോലിക്ക് വന്നപ്പോൾ മാനേജർ അവളോട് പറഞ്ഞു, ഏതോ കമ്പനിയിൽ ഉയർന്ന സ്ഥാനത്തിരുന്ന ആളാണ് അയാൾ. ഇപ്പോൾ പ്രായം ഒരു 60 വയസ്സിൽ കുറയില്ല. അതുകൊണ്ട് തന്നെ അയാളെ കൊണ്ട് മറ്റ് ശല്യങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് അവൾക്ക് ഉറപ്പുണ്ട്. പക്ഷേ അവൾക്ക് ഇവിടെ ആകെ അടുപ്പമുള്ളത് അയാളോട് മാത്രമാണ്. ബാക്കി എല്ലാവരുമായി ഹൈഫൈ ബന്ധമേ ഉള്ളൂ. ഇന്ന് അവൾ ജോലിക്ക് വന്നത് ഒരു ലക്ഷ്യവുമായാണ്. അച്ഛന് പെട്ടെന്നൊരു ഓപ്പറേഷൻ വേണം. അതിന് കുറേ പണം വേണം. അല്ലെങ്കിൽ സർക്കാർ ആശുപത്രിയിലെ വെയിറ്റിംഗ് ലിസ്റ്റിൽ കാത്തിരിക്കേണ്ടി വരും. അച്ഛൻ അത്രയും കാലം പിടിച്ചു നിൽക്കുമോയെന്ന് ഒരു ഉറപ്പുമില്ല. അവൾ മാനേജരെ നോക്കി. അയാൾ ഉറക്കം തൂങ്ങിയിരിപ്പുണ്ട്. മുതലാളിമാർക്ക് വേണ്ടപ്പെട്ട ആരുമാണ് വരുന്നത്. അതുകൊണ്ടാണ് മാനേജർ കാത്തിരിക്കുന്നത്. സാറിവിടെ ഉള്ളത് എനിക്കൊരു ആശ്വാസമാണ്. അല്ലെങ്കിൽ ഞാനിപ്പോഴും ഗാർഡനിൽ മരുന്ന് തളിച്ച് നടന്നേനെ, അവൾ പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരു അഹങ്കാരം മാറിക്കിട്ടി, കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു. മാനേജർ കൗതുകത്തോടെ അവളെ നോക്കി. ഞാൻ സുന്ദരിയാണെന്ന ചെറിയൊരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. സാറ് മൈൻഡ് ചെയ്യാതിരിക്കുന്ന കണ്ടപ്പോൾ അത് മാറിക്കിട്ടി, കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു. നല്ല പ്രായത്തിൽ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എൻ്റെ മോൾക്ക് തൻ്റെ പ്രായം കണ്ടേനെ, കുസൃതിച്ചിരിയോടെ മാനേജർ പറഞ്ഞു. പക്ഷേ സംസാരം നീളും തോറും 2 പേർക്കും ഇടയിൽ അകലം കുറയുകയായിരുന്നു. 1 മണിക്കൂർ കഴിയുമ്പോൾ ഗസ്റ്റുകൾ വരും. പിന്നെ ഇവിടെ എന്താ നടക്കാമെന്ന് ഓർക്കുമ്പോൾ എനിക്ക് മൂഡ് വരുന്നുണ്ട്, നാണത്തോടെ അവൾ പറഞ്ഞു. മാനേജർ കള്ളച്ചിരിയോടെ അവളെ നോക്കി. നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി, കുസൃതിച്ചിരിയോടെ അവൾ പറഞ്ഞു. അവൾ ജോലി പൂർത്തിയാക്കി എഴുന്നേറ്റു. കിടക്കയിൽ മനോഹരമായ അരയന്നമാണ് അവൾ പുതപ്പ് കൊണ്ടുണ്ടാക്കിയത്, കൂടെ ഒരു ലവ് ചിഹ്നവും. അവൾ മാനേജറുടെ കണ്ണുകളിലേക്ക് നോക്കി. നീ എൻ്റെ പുക കണ്ടേ അടങ്ങുമല്ലേ, അയാൾ മന്ത്രിച്ചു. അവളെ കീഴടക്കുമ്പോൾ അയാൾ പ്രായം മറന്നു. AC-യുടെ തണുപ്പിലും 2 പേരും വിയർത്തു. ഒന്നാകുമ്പോഴാണ് പെട്ടെന്ന് വാതിലൊരു മുട്ട് കേട്ടത്. അയാൾ പിടഞ്ഞെഴുന്നേറ്റു. വാതിൽ തുറന്നപ്പോൾ അയാൾ ഞെട്ടി. മുതലാളിമാരാണ്, 2 പേരുമുണ്ട്. അവർ പാർട്ട്നേഴ്സാണ്, സഹദേവനും അർജുനും. സഹദേവൻ എന്ന് കേൾക്കുമ്പോൾ പ്രായമുള്ള ഒരാളാണെന്ന് തോന്നും. പക്ഷേ ചെറുപ്പക്കാരനാണ്. എല്ലാവരും അവനെ ദേവൻ എന്നാണ് വിളിക്കുന്നത്. മുറി അടച്ചിട്ടുള്ള ഹൗസ് കീപ്പിംഗ് എന്താണെന്ന് ഞങ്ങൾക്കറിയാം, ദേവൻ പറഞ്ഞു. മാനേജർ വിറയ്ക്കാൻ തുടങ്ങി. പക്ഷെ തന്നോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. ഇനിയുള്ള സമയം വെറുതെ ഇരിക്കണ്ടല്ലോ, അർജുൻ പറഞ്ഞു. അശ്വതി ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ മുതലാളിമാർ അവളെ കാത്തു നിൽപ്പുണ്ട്. ജോലി പോയെന്ന് അവൾക്ക് ഉറപ്പായി. മാനേജർ അവളുടെ ചെവിയിൽ എന്തോ പറഞ്ഞു. അവൾ ഞെട്ടലോടെ മുതലാളിമാരെ നോക്കി. മാനേജർ പുറത്തേക്ക് പോയി. മാനേജറെ നിനക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ തീർച്ചയായും നിനക്ക് ഇഷ്ടമാകും, ദേവൻ പറഞ്ഞു. അയാളുടെ പകുതി പ്രായമേ ഞങ്ങൾക്കുള്ളൂ, കുസൃതിച്ചിരിയോടെ അർജുൻ പറഞ്ഞു. പിന്നെ നീ കരുതുന്ന പോലെ ഞങ്ങൾ നിൻ്റെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയതൊന്നുമല്ല. നിന്നേക്കാൾ സുന്ദരികളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പിരിച്ചുവിട്ടാൽ നിന്നെ മാത്രമല്ല മാനേജരെയും പിരിച്ചുവിടേണ്ടി വരും. ഈ റിസോർട്ടിൻ്റെ വളർച്ചയ്ക്ക് പിന്നിൽ അയാൾക്ക് വലിയൊരു സ്ഥാനമുണ്ട്, അർജുൻ പറഞ്ഞു. നിനക്ക് ഞങ്ങളെ ഒഴിവാക്കാം, അല്ലെങ്കിൽ സ്വീകരിക്കാം. ജസ്റ്റ് ടൈം പാസ്. പക്ഷെ ഞങ്ങൾ നിന്നെ ഒരിക്കലും മറക്കില്ല, ദേവൻ പറഞ്ഞു. അവനടുത്തേക്ക് വന്നപ്പോൾ അവൾ പ്രതിഷേധിച്ചില്ല. നിന്നെപ്പറ്റി മാനേജർ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് നിനക്ക് ശമ്പളം കൂട്ടിത്തന്നത്, അവളെ കീഴടക്കുമ്പോൾ ദേവൻ പറഞ്ഞു. എല്ലാ ജോലിക്കാരും നിന്നെപ്പോലെ ആയിരുന്നെങ്കിൽ ഇതുപോലെ 4 റിസോർട്ട് ഇപ്പം ഞങ്ങൾക്ക് കണ്ടേനെ, അവൻ മന്ത്രിച്ചു. അവൻ്റെ മനസ്സ് നിറയെ ബിസിനസ്സാണെന്ന് അവൾക്ക് മനസ്സിലായി. സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു. 2 പേരും മടങ്ങിപ്പോയി. അവൾ പുറത്തേക്ക് വന്നപ്പോൾ മാനേജർ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഇനി എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്, കൈകൊപ്പി അയാൾ പറഞ്ഞു. അവൾ തലകുനിച്ച് നിന്നു. എനിക്ക് ഭാര്യയും മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ട്, അയാൾ പറഞ്ഞു. അവൾക്ക് മറുപടിയില്ലായിരുന്നു. അച്ഛൻ്റെ ഓപ്പറേഷൻ്റെ കാര്യം പറയാനൊന്നും അവൾക്ക് സാവകാശം കിട്ടിയില്ല. മാനേജർ നടന്നകലുന്നത് അവൾ നോക്കി നിന്നു. രാവിലെ അമ്മയുടെ ഫോൺ വന്നപ്പോഴാണ് അവൾ ഉണർന്നത്. അമ്മ വിളിക്കുന്നത് എന്തിനാണെന്ന് അവൾക്കറിയാം. പറയാൻ മറുപടിയില്ല. അതുകൊണ്ട് അച്ഛൻ്റെ വിശേഷങ്ങൾ മാത്രം ചോദിച്ച് അവൾ ഫോൺ കട്ടാക്കി. അവൾ മാനേജറെ വിളിച്ചു. അയാൾ ഫോൺ എടുത്തില്ല. തിരിച്ച് വിളിക്കുമെന്ന് അവൾ പ്രതീക്ഷിച്ചു. അതുകൊണ്ടായില്ല. പിന്നെ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇനി വിളിച്ചിട്ട് കാര്യമില്ലെന്ന് അവൾക്ക് മനസ്സിലായി. ഇനിയുള്ളത് മുതലാളിമാരാണ്. തന്നോട് സംസാരിക്കണമെന്ന് അവർക്ക് നേരം ഉണ്ടാവില്ല. എങ്കിലും അവൾ വിളിച്ചു. അച്ഛൻ്റെ ജീവന് വേണ്ടി എന്ത് ചെയ്യാൻ അവൾ തയ്യാറായിരുന്നു. ദേവനാണ് ഫോൺ എടുത്തത്. അവളുടെ സ്വരം അവന് പെട്ടെന്ന് മനസ്സിലായി. എന്താടോ, അവൻ്റെ സ്വരത്തിൽ ഇന്നലത്തെ മൃദുലതയൊന്നുമില്ല. അവൾ അച്ഛൻ്റെ കാര്യം പറഞ്ഞു. അവൻ പൊട്ടിച്ചിരിച്ചു. ഇതിനു വേണ്ടിയാണല്ലേ നീ മാനേജരെ വളച്ചത്, അവൻ ചോദിച്ചു. അയാൾക്കിപ്പോൾ പാതി ജീവനേ ഉള്ളൂ, അവൻ പറഞ്ഞു. താൻ ചോദിക്കുന്നത് ചെറിയ തുകയല്ല, 1 കൊല്ലത്തെ ശമ്പളമാണ്, അവൻ പറഞ്ഞു. ഞാൻ അർജുനുമെന്ന് ആലോചിക്കട്ടെ, അവൻ പറഞ്ഞു. അവൾ പ്രതീക്ഷയോടെ കാത്തിരുന്നെങ്കിലും ഫോൺ വന്നില്ല. മുതലാളിമാർ കൈയൊഴിഞ്ഞെന്ന് അവൾക്ക് ഉറപ്പായി. പക്ഷേ അവളെ ഞെട്ടിച്ചുകൊണ്ട് ഫോണിലൊരു മെസ്സേജ് വന്നു. അവളുടെ അക്കൗണ്ടിൽ അവൾ ചോദിച്ച പണം ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അവൾ തിരിച്ചു വിളിച്ചെങ്കിലും ദേവൻ ഫോൺ എടുത്തില്ല. നാട്ടിലേക്ക് മടങ്ങുന്നതുവരെ അവൾ ഇടയ്ക്കിടെ വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ആരും ഫോൺ എടുത്തില്ല. 1 ആഴ്ചത്തെ ലീവ് എടുത്താണ് അവൾ നാട്ടിൽ പോയത്. അച്ഛൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ്. തിരിച്ചവൾ ജോലിസ്ഥലത്തെത്തിയപ്പോൾ ആദ്യം മുതലാളിമാരുടെ നന്ദി പറയണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. റിസോർട്ടിൻ്റെ മാനേജ്മെൻറ്റ് മാറി. ഇപ്പോൾ മറ്റൊരു ഗ്രൂപ്പിൻ്റെയാണ് ഈ സ്ഥാപനം. മാനേജർ പറഞ്ഞപ്പോൾ അവൾ ഞെട്ടിപ്പോയി. അവനെനിക്ക് വലിയൊരു തുകയാണ് തന്നത്, അവൾ പറഞ്ഞു. അയാൾ ചിരിച്ചു. അതെൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും. ഇനി 6 മാസം എനിക്ക് ശമ്പളമില്ല,
മാനേജർ പറഞ്ഞു. അവൾ വിശ്വാസം വരാതെ അയാളെ നോക്കി. രാത്രി മുതലാളിമാരെ വിളിച്ച് നിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് കുറ്റബോധം തോന്നി. നീ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തില്ലല്ലോ. ചെറിയൊരു തുക കൊടുത്ത് ഒഴിവാക്കാനാണ് മുതലാളിമാർ പറഞ്ഞത്, അയാൾ പറഞ്ഞു. അവൾ അയാളെ കെട്ടിപ്പിടിച്ചു. അവളുടെ നെറ്റിലൊരു മുത്തം കൊടുത്തിട്ട് അയാൾ പറഞ്ഞു, ഒരു തെറ്റ് പറ്റി, ഇനി ഞാനത് ആവർത്തിക്കില്ല. ഇപ്പം എൻ്റെ മകളുടെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല, അയാൾ പറഞ്ഞു. സാറ് പേടിക്കണ്ട, ഞാൻ ഒരിക്കലും സാറിന് ശല്യമാവില്ല, അവൾ പറഞ്ഞു. അവൾ ഒരതിർവരമ്പ് നിശ്ചയിച്ചു. അതിനുള്ളിലാണ് ഇപ്പോൾ രണ്ടുപേരുടെയും ജീവിതം.